ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് കോമറ്റ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ധൂമകേതുക്കൾ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഒരു കോമറ്റ് അല്ലെങ്കിൽ ധൂമകേതുക്കൾ എന്ന് നോക്കാം. ഒരു കോമറ്റ് എന്ന് പറയുന്നത് അതിന് ഡേർട്ടി സ്നോബോൾസ് അല്ലെങ്കിൽ ഹെയറി സ്റ്റാർസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഒരു കോമറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ആസ്ട്രോയിഡ് തന്നെയാണ്. പക്ഷെ അതിനൊരു കോമറ്റ് എന്നതിൻ്റെ പെർട്ടിക്കുലർ ആയിട്ട് വിളിക്കാൻ കാരണം അതിൽ ഐസ് ഉണ്ട്. എന്ന് വെച്ചാൽ വാട്ടർ ഐസ് ഉണ്ട്, നമ്മൾ സാധാരണ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുന്ന വാട്ടർ ഐസ് അതുകൊണ്ട്. പക്ഷെ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഈ കാർബൺ ഡയോക്സൈഡ് ഐസ് പോലെ, ഡ്രൈ ഐസ് പോലത്തെ സബ്സ്റ്റൻസസ്, ഇതേപോലത്തെ സബ്സ്റ്റൻസസ് ഉള്ള ഒരു സ്പേസ് റോക്കിനെയാണ് നമ്മൾ കോമറ്റ്സ് അല്ലെങ്കിൽ ധൂമകേതുക്കൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോമറ്റ്സ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഓർക്കുന്നത് ഒരു സ്റ്റാർ, അതിൻ്റെ അറ്റത്തൊരു ടെയിലാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു കോമറ്റിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കോമറ്റ്സ് ബേസിക്കലി 3 പാർട്സ് ആണ് ഉള്ളത്. ആദ്യത്തേതാണ് ഇവിടെ കൊടുത്തേക്കുന്ന ന്യൂക്ലിയസ്, രണ്ടാമത്തേതാണ് ടെയിൽ, മൂന്നാമത്തേത് കോമ. ആദ്യം നമുക്ക് ഈ ന്യൂക്ലിയസിനെ കുറിച്ച് നോക്കാം. ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു കോമറ്റിന്റെ സെന്റർ ആയിട്ടുള്ള അതിന്റെ സർഫസ് ആണ്. എന്ന് വെച്ചാൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള സർഫസ്, ഈ സർഫസിനാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ സർഫസിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഡ്രൈ ഐസും വാട്ടർ ഐസ് അതേപോലത്തെ സബ്സ്റ്റൻസസ് ഒക്കെ ഉള്ളത്. എന്നിട്ട് രണ്ടാമത്തെ പാർട്ടാണ് കോമ. കോമ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ ചുറ്റുമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ ഇത്രയും ഒരു കോമറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ അതിനുള്ളൂ. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ വരുന്നത്? അത് സിമ്പിളാണ്. ഈ കോമ എന്ന് പറയുന്നത് ഈ പാർട്ട് ഈ കോമറ്റ് സണ്ണിൻ്റെ അടുത്തെത്തുമ്പോൾ മാത്രമേ ഫോം ചെയ്യത്തുള്ളൂ. അല്ലാത്തപ്പം ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് മാത്രമാണ്. അപ്പോൾ ഈ കോമ എന്തുകൊണ്ടാണ് സണ്ണിൻ്റെ അടുത്തെത്തുമ്പോൾ മാത്രം ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും സബ്ലിമേഷൻ എന്ന് പറഞ്ഞ ഒരു ടേം കേട്ടാണ്. അപ്പോൾ ഈ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ഡയറക്റ്റ്ലി ഒരു ഗ്യാസ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഐസ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ചാൽ കുറച്ച് കഴിയുമ്പം അത് വെള്ളമാവും. എന്നിട്ട് നമ്മളത് വല്ലതും ഗ്യാസ് സ്റ്റൗവിൽ വല്ലതും വെച്ചാൽ അത് ഹീറ്റായി ഗ്യാസ് ആവും. പക്ഷേ ചില മെറ്റീരിയൽസിന് അങ്ങനെയല്ല. ചില മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് ആകുമ്പോൾ സോളിഡ് എന്നൊരു ഗ്യാസ് ആവും. ഈ പ്രോസസ്സിനാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഡ്രൈ ഐസ് പോലത്തെ സബ്സ്റ്റൻസസ്, ഡ്രൈ ഐസ് എന്ന് പറയുന്നത് വളരെ കോൾഡ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ആണ്. അത് സോളിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സണ്ണിൻ്റെ അടുത്തെത്തുമ്പോൾ ഈ സണ്ണിൻ്റെ റേഡിയേഷൻ കൊണ്ട് ഹീറ്റ് ഉണ്ടാവും. ഈ ഹീറ്റ് കൊണ്ട് ഈ ഡ്രൈ ഐസ് ഒക്കെ നേരെ അങ്ങ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസിൻ്റെ ഫോമിലാവും. ഇങ്ങനെ ഗ്യാസിൻ്റെ ഫോമിലാവുമ്പം ഇത് സ്മോൾ പോർസ് കോമറ്റ്സിലുണ്ട്. ഈ പോർസ് വഴി ഇജക്റ്റ് ചെയ്ത് ആണ് അതിൻ്റെ ചുറ്റും ഒരു കുഞ്ഞ് അറ്റ്മോസ്ഫിയർ പോലെ വരുന്നത്. ഇതാണ് കോമ എന്ന് പറയുന്നത്. പക്ഷെ ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഈ കോമറ്റ് ഇത്രയും ചെറുതായതുകൊണ്ട് അതിൻ്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. മാത്രമല്ല കോമറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഓബ്ജക്ട്സും കൂടെയാണ്. അതുകൊണ്ട് ഈ ന്യൂക്ലിയസിൻ്റെ വീക്ക് ആയിട്ടുള്ള ഗ്രാവിറ്റി കാരണം അതിന് ഈ കോമയിലുള്ള എൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസ് പാർട്ടിക്കിൾസിനൊന്നും അത്ര സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കോമറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ കോമയിലുള്ള ഗ്യാസ് പാർട്ടിക്കിൾസ് പതുക്കെ കോമറ്റിൻ്റെ ബാക്കിൽ ഇങ്ങനെ ലാഗ് ചെയ്ത് വരും.
കാരണം വളരെ വീക്ക് അല്ലേ ഗ്രാവിറ്റി. അതുകൊണ്ട് പതുക്കെ പതുക്കെ ബാക്കിൽ ലാഗ് ചെയ്ത് വരുന്ന ആ ഒരു സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസിനാണ് ടെയിൽ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ ടെയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സണ്ണിന്റെ അടുത്തെത്തുമ്പോൾ മാത്രമേ ഫോം ചെയ്യത്തുള്ളൂ. കാരണം ഒരു കോമ ഉണ്ടായാലേ ഒരു ടെയിൽ ഉണ്ടാവും. ഈ ടെയിലിനെ കുറിച്ച് പറഞ്ഞാൽ ടെയിലിന് 2 ടൈപ്സ് ഉണ്ട്. അല്ല, ആദ്യത്തേതാണ് ഇവിടെ കൊടുത്തേക്കുന്ന ഡസ്റ്റ് ടെയില്, രണ്ടാമത്തെയാണ് അയോൺ ടെയിൽ. ആദ്യം നമുക്ക് എന്താണ് ഒരു കോമറ്റിന്റെ ഡസ്റ്റ് ടെയിൽ എന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ടെയിൽസ് എല്ലാം സണ്ണിന്റെ അടുത്തെത്തുമ്പോൾ മാത്രമേ ഫോം ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഡസ്റ്റ് ടെയിൽ ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡ്രൈ ഐസ് പോലത്തെ സബ്സ്റ്റൻസസ് സബ്ലിമേറ്റ് ആയി ഗ്യാസ് ആവും. ഇങ്ങനെ ഗ്യാസും ഡസ്റ്റ് പാർട്ടിക്കിൾസ് പതുക്കെ പതുക്കെ ഇങ്ങനെ ലാഗ് ചെയ്ത് വരുന്ന ഒരു ടെയിലാണ് ഡസ്റ്റ് ടെയിൽ. അതിൽ മെയിനായിട്ട് ഗ്യാസും പിന്നെ ഐസി ഡസ്റ്റും മാത്രമാണ് ഉള്ളത്. ഈ ടെയിൽ എന്ന് പറയുന്നത് കോമറ്റിന്റെ മോഷന്റെ അതേ രീതിയിലാണ് പോകുന്നത്. എന്ന് വെച്ചാൽ കോമറ്റിന്റെ ബാക്കിൽ തന്നെയാണ് ലാഗ് ചെയ്ത് പോകുന്നത്. ഇതിന്റെ സെക്കൻഡ് ടൈപ്പ് ഓഫ് ടെയിൽ എന്ന് പറയുന്നത് അയോൺ ടെയിൽ. ഇതൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടെയിലാണ്. ഈ അയോൺ ടെയിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സണ്ണിന്റെ അടുത്തെത്തുമ്പോൾ മാത്രമേ ഫോം ചെയ്യത്തുള്ളൂ. ഈ അയോൺ ടെയിലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സണ്ണിന്റെ വളരെ അടുത്തെത്തുമ്പോൾ മാത്രമേ ഫോം ചെയ്യത്തുള്ളൂ. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈ കോമ, അതിന്റെ കോമറ്റിന്റെ അറ്റ്മോസ്ഫിയർ. ഈ അറ്റ്മോസ്ഫിയറിൽ കുറെ ഡസ്റ്റും ഗ്യാസ് പാർട്ടിക്കിൾസ് കാണും. ഈ സണ്ണിന്റെ ഹൈ എനർജി പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അതിനെ സോളാർ വിൻഡ് എന്നും പറയും. ഈ ഹൈ എനർജി പാർട്ടിക്കിൾസ് വന്ന് ഈ കോമയിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ഗ്യാസ് പാർട്ടിക്കിൾസിലും വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഈ കോമറ്റിലുള്ള ഡസ്റ്റ് ആൻഡ് ഗ്യാസ് പാർട്ടിക്കിൾസ് അയണൈസ്ഡ് ആവും. അയണൈസ്ഡ് എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആവും. കാരണം ഒരു ചാർജ് പാർട്ടിക്കിൾ വേറെ ഒരു നോൺ ചാർജ് പാർട്ടിക്കിളിൽ ഹിറ്റ് ചെയ്യുമ്പോൾ അതും ചാർജ്ഡ് ആവും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ടെയിലാണ് അയോൺ ടെയിൽ. ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസും പതുക്കെ പതുക്കെ ലാഗ് ചെയ്താണ് വരുന്നത്. ഈ അയോൺ ടെയിലിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഡസ്റ്റ് ടെയിൽ എന്ന് പറയുന്ന പതുക്കെ കോമറ്റിന്റെ ബാക്കിൽ ലാഗ് ചെയ്തല്ലേ പോകുന്നത്. പക്ഷെ ഈ അയോൺ ടെയിൽ എന്ന് പറയുന്നത് എപ്പോഴും സണ്ണിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ സോളാർ വിൻഡ് ഉണ്ട്, വിൻഡ് അതിനെ ബാക്കിലോട്ട് പുഷ് ചെയ്യും. അതുകൊണ്ടാണ് എപ്പോഴും സണ്ണിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെ ഈ ടെയില് ഫേസ് ചെയ്യുന്നത്. ഇവിടെ ഈ പിക്ചറിൽ നോക്കിയാൽ അറിയാം, ഇത് എല്ലാവരും വിചാരിക്കും ഒരു ആസ്ട്രോയിഡ് ആണ്. പക്ഷേ ഇതൊരു കോമറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഒരു കോമറ്റ് ആണെന്ന് എല്ലാവരും ചോദിക്കും. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കോമറ്റിന് അതിന്റെ ടെയിലും കോമയും സണ്ണിന്റെ അടുത്തെത്തുമ്പോൾ മാത്രമേ ഫോം ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ സണ്ണിന്ന് വളരെ ഫാർ അവേ ആയിരിക്കുമ്പോൾ അതിനൊരു ടെയിലോ ഒരു കോമയോ ഉണ്ടാവത്തില്ല. എന്ന് വെച്ചാൽ അതിന്റെ ന്യൂക്ലിയസ് മാത്രമേ കാണത്തുള്ളൂ. ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ആസ്ട്രോയിഡ് പോലെ ഇരിക്കും. പക്ഷേ ഇതില് ഐസി പാർട്ടിക്കിൾസ് ഉണ്ട്, ഡ്രൈ ഐസും കുറച്ച് എമൗണ്ട്സ് ഓഫ് വാട്ടർ ഐസ് ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനൊരു കോമറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ കുറച്ചിങ്ങനെ സ്ട്രീംസ് കാണാൻ പറ്റും, കുറെ ലൈൻസ്. ഇതെന്ന് പറയുന്നത് ഈ കോമറ്റിനകത്തുള്ള ഹൈ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഗ്യാസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമറ്റില് ചെറിയ പോർസ് കാണും, ഹോൾസ് പോലെ. അതുവഴി ഇങ്ങനെ എസ്കേപ്പ് ചെയ്ത് വരുന്നതാണ് ഹൈ പ്രഷർ കൊണ്ട്. ഇതെന്ന് പറയുന്നത് മെയിനായിട്ട് ഈ ഡ്രൈ ഐസ്, ചിലപ്പോൾ വാട്ടർ ഐസ്, ഇതൊക്കെ ആയിരിക്കും വെളിയിലോട്ട് വരുന്നത്.
ഇതിനൊരു ഗെയ്സർ എന്നാണ് പറയുന്നത്. ഈ കോമറ്റ്സ് എന്ന് പറയുന്നത് 2 മെയിൻ ടൈപ്സ് ഉണ്ട്. ആദ്യത്തേതാണ് ഷോർട്ട് പീരിയഡ് കോമറ്റ്സ്, രണ്ടാമത്താണ് ലോങ് പീരിയഡ് കോമറ്റ്സ്. അപ്പോൾ ഈ രണ്ട് ടൈപ്പും തമ്മിൽ ഫിസിക്കലി ഒരു ഡിഫറൻസും ഇല്ല. പക്ഷെ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ പീരിയഡ് ആണ്. അപ്പോൾ ഷോർട്ട് പീരിയഡ് കോമറ്റ്സ് എന്ന് പറയുന്നത് അതിന് ലെസ് ദാൻ 2 centuries അല്ലെങ്കിൽ ലെസ് ദാൻ 200 years ഓർബിറ്റൽ പീരിയഡ് ഉള്ള കോമറ്റ്സിനെയാണ് ഷോർട്ട് പീരിയഡ് കോമറ്റ്സ് അല്ലെങ്കിൽ ഷോർട്ട് ടേം കോമറ്റ്സ് എന്നും പറയും. അപ്പോൾ ഈ ലോങ് പീരിയഡ് കോമറ്റ്സ് അല്ലെങ്കിൽ ലോങ് ടേം കോമറ്റ്സ് എന്ന് പറയുന്നത് 2 centuries അല്ലെങ്കിൽ 200 years എന്നും കൂടുതൽ ലെങ്തി ആയിട്ടുള്ള ഓർബിറ്റൽ പീരിയഡ് ഉള്ള കോമറ്റ്സ് ആണ്. അപ്പോൾ ഈ ലോങ് പീരിയഡ് കോമറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഓർബിറ്റ്സ് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. കാരണം അത് അത്രയും വലിയൊരു ഓർബിറ്റൽ പീരിയഡ് അല്ലേ എന്നുള്ളത്. അതുകൊണ്ട് അത് ചിലപ്പോൾ ആ കോമറ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ പ്ലാനറ്റിൻ്റെ ഒരു ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് കൊണ്ട് അതിൻ്റെ ഓർബിറ്റ് ചേഞ്ച് ആവും. അതുകൊണ്ട് അത് നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. പക്ഷെ ഷോർട്ട് ടേം കോമറ്റ്സ് അല്ലെങ്കിൽ ഷോർട്ട് പീരിയഡ് കോമറ്റ്സിന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അതെന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഓർബിറ്റൽ പീരിയഡ്സ് അല്ലേ അതിനുള്ളൂ. ഇനി വളരെ മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എവിടെയാണ് കോമറ്റ്സ് ഫോം ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് കോമറ്റ്സ് ഫോം ചെയ്യുന്നത്. കോമറ്റ്സിന്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം 4.5 billion years ago ആ സമയത്ത് എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റ്സ് ഒക്കെ പതുക്കെ ഫോം ചെയ്യുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഫോം ചെയ്ത് വന്നപ്പോൾ ആണ് ഈ മാർസിന്റെയും ജൂപ്പിറ്ററിന്റെയും ഓർബിറ്റിന്റെ ഇടയിൽ ഈ രണ്ട് പ്ലാനറ്റിന്റെയും ഗ്രാവിറ്റേഷണൽ പുള്ള് കൊണ്ട് കുറെ ഈ ആസ്ട്രോയിഡ്സും കുഞ്ഞു പാർട്ടിക്കിൾസ് ഒക്കെ അവിടെ ട്രാപ്ഡ് ആയി. അതായി പിന്നെ ആസ്ട്രോയിഡ് ബെൽറ്റ്. പിന്നെ അതിന്നും ഫാദർ റീജിയൻസ് എന്ന് വെച്ചാൽ നെപ്റ്റ്യൂണിന്റെ ഓർബിറ്റിനേക്കാളും ദൂരത്തില് വേറെ ഒരു ഡിസ്ക് ഉണ്ട്. ആ ഡിസ്കിനാണ് കൈപ്പർ ബെൽറ്റ് എന്നും പറയാറുണ്ട്. ഈ ഡിസ്ക് എന്ന് പറയുന്നത് ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ റോക്കി പാർട്ടിക്കിൾസും ഒക്കെ ഉണ്ട്. പക്ഷേ ആ സമയത്ത് കുറെ ഐസ് ഒക്കെ ഉണ്ടായിരുന്നു, സ്മോൾ ഐസിന്റെ ഡസ്റ്റ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഈ ആസ്ട്രോയിഡ്സും തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ ആ ആസ്ട്രോയിഡിന്റെ ചുറ്റും ഈ ഐസ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് സ്റ്റിക്ക് ചെയ്തിരിക്കും. അങ്ങനെ ആകുമ്പോഴാണ് എന്നെ കോമറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് വൺ വേ. ഇങ്ങനെ ഈ കൊളിഷൻ ഇല്ലേ, ഈ ആസ്ട്രോയിഡും ഈ ഐസ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അപ്പോൾ ഈ കൊളിഷൻ കൊണ്ട് അതിൻ്റെ ഓർബിറ്റ് സ്ലൈറ്റ് ആയിട്ട് ചേഞ്ച് ആവും. ഇങ്ങനെ ചേഞ്ച് ആവുമ്പോൾ ചില സമയത്ത് വേറെ ഈ പ്ലാനറ്റ്സ്, എക്സാമ്പിൾ ഈ യുറേനസിന്റെ ഒക്കെ ഗ്രാവിറ്റേഷണൽ പുള്ള് കൊണ്ട് ഈ കോമറ്റിനെ പതുക്കെ വലിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിന്റെ ഓർബിറ്റ് ചേഞ്ച് ആവും. ഇങ്ങനെ ഓർബിറ്റ് ചേഞ്ച് ആവുമ്പോഴാണ് സണ്ണിന്റെ അടുത്തേക്ക് വരുന്നത്. ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇതിനെ കണ്ണ് വെച്ച് എർത്തിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന്റെ രണ്ടാമത്തെ എൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ഊട്ട് ക്ലൗഡ് എന്ന് പറഞ്ഞ ഒരു ക്ലൗഡാണ്. ഇതെന്ന് പറയുന്നത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. പക്ഷെ സയന്റിസ്റ്റ് ബിലീവ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്നാണ്. അപ്പോൾ ഈ ഊട്ട് ക്ലൗഡ് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ എർത്തിന്ന് ഓൾമോസ്റ്റ് 1 light year അപ്പുറത്തുള്ള ഒരു ഹ്യൂജ് ആയിട്ടുള്ള ക്ലൗഡാണ്. ഈ ക്ലൗഡിലെ ഗ്യാസ് അല്ല, വലിയ ഈ ആസ്ട്രോയിഡ്സ് പോലത്തെ പാർട്ടിക്കിൾസ് ആണ്. സയന്റിസ്റ്റ് ബിലീവ് ചെയ്യുന്ന അവിടെ ഒരു ഗ്രെയിൻ ഓഫ് സാൻഡിന്റെ സൈസ് തൊട്ട്
ഏകദേശം 997 കിലോമീറ്റേഴ്സ് വരെ ഡയമീറ്റർ ഉള്ള ഓബ്ജക്ട്സ് അവിടെ കാണുന്ന. അപ്പോൾ ഇതേ സ്ഥലത്തും ഞാൻ നേരത്തെ കൈപ്പർ ബെൽറ്റിൽ നടന്നതുപോലെയാണ്. അവിടെയും ഈ ഐസി പാർട്ടിക്കിൾസ് ആണ്. ഈ ഐസി പാർട്ടിക്കിൾസ് ഈ ആസ്ട്രോയിഡ്സിലൊക്കെ ഇങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോൾ ആ ഐസ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതിൽ സ്റ്റിക്ക് ചെയ്തിരിക്കും. ഈ കൊളിഷൻ കാരണം പ്ലാനറ്റ്സിന്റെ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് കൊണ്ട് സണ്ണിന്റെ അടുത്തേക്ക് വരും. ഇതിനെ നമ്മൾ കോമറ്റ്സ് എന്ന് വിളിക്കും. ഈ രണ്ട് തിയറീസും ഹൈപ്പോത്തറ്റിക്കൽ ആണ്. പക്ഷെ ഫസ്റ്റ് തിയറിക്കാണ് കൂടുതൽ പ്രൂഫ് ഉള്ളത്. ഇനി വളരെ ആസ്ക്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഒരു കോമറ്റ്, ആസ്ട്രോയിഡ്, മീറ്റിയർ, മീറ്റിയറൈറ്റ്, മീറ്റിയറോയിഡ്? ഇത് ഇത്രയും ഒരേ സാധനം തന്നെയാണോ അതോ ഡിഫറെന്റ് സാധനങ്ങളാണ്? എൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇത് ഓരോന്നും ഓരോ സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിനെ കുറിച്ചും സംസാരിക്കാം. ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് ആസ്ട്രോയിഡാണ്. ആസ്ട്രോയിഡ് ആണ് വളരെ ഹ്യൂജ് ആയിട്ടുള്ള പീസസ് ഓഫ് സ്പേസ് റോക്ക് ആണ്. ഇതില് കോമറ്റ്സ് പോലെ ഐസ് ഒന്നുമില്ല, ജസ്റ്റ് റോക്സ് ആണ്. ഈ റോക്സ് എന്ന് പറയുന്ന ഏകദേശം ഒരു പെബിളിന്റെ സൈസ് തൊട്ട് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ലാർജസ്റ്റ് ആസ്ട്രോയിഡ്, അതിന് 997 കിലോമീറ്റേഴ്സ് ഡയമീറ്റർ ആണ്. ഈ വളരെ വൈൽഡ് ആയിട്ടുള്ള ഒരു സൈസ് റേഞ്ചിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ഈ ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത് സയന്റിസ്റ്റ് ബിലീവ് ചെയ്യുന്ന ഇതേപോലത്തെ ഒരു ആസ്ട്രോയിഡ് ആണ് പണ്ട് ഈ ഡൈനോസോഴ്സിന് എക്സ്റ്റിൻറ്റ് ആവാനുള്ള ഒരു റീസൺ. ഇനി നമുക്ക് ഈ ആസ്ട്രോയിഡ് പതുക്കെ ബ്രേക്കപ്പ് ആവും. അപ്പോൾ വേറെയും പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ അടുത്തതാണ് മീറ്റിയറോയിഡ്. ഇപ്പോൾ ഒരു മീറ്റിയറോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ആസ്ട്രോയിഡ് തന്നെ നമ്മുടെ എർത്തിന്റെ വളരെ ക്ലോസ് ആയിട്ട് ഒരു ഫ്ലൈ ബൈ നടക്കണം. എന്ന് വെച്ചാൽ എർത്തിൽ കൊളൈഡ് ചെയ്യത്തില്ല, പക്ഷെ ഒരു ക്ലോസ് ആയിട്ട് മിസ് പോലെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കൊണ്ട് ഈ ആസ്ട്രോയിഡിന് സ്മോൾ പീസസ് അങ്ങ് ബ്രേക്ക് ആയിപ്പോവും. ഇങ്ങനെ ബ്രേക്ക് ആയിപ്പോയിട്ട് ഈ പീസസ് നമ്മുടെ എർത്തിന്റെ അടുത്തോട്ട് വരും. ഇതിനെയാണ് മീറ്റിയറോയിഡ് എന്ന് പറയുന്നത്. ഇത് ആസ്ട്രോയിഡിനും റിലേറ്റീവ്ലി സ്മോളർ ആയിരിക്കും. ഇത് ചിലപ്പോൾ ഒരു സ്മോൾ ഗ്രെയിൻ ഓഫ് സാൻഡ് തൊട്ട് ഏകദേശം ഒരു 10 to 20 meters ഡയമീറ്റർ വരുന്ന ഓബ്ജക്ട്സ് ആണ്. ഈ മീറ്റിയറോയിഡ് എന്ന് പറയുന്നത് പതുക്കെ എർത്തിന്റെ അടുത്തോട്ട് ഹെഡ് ചെയ്യും. അപ്പോൾ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ റീച്ച് ചെയ്യും. ഈ അറ്റ്മോസ്ഫിയർ ഈ മീറ്റിയറോയിഡ് നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ റീച്ച് ചെയ്യുമ്പോൾ അതിനെ വേറെ ഒരു പേരാണ് വിളിക്കുന്നത്. അതാണ് മീറ്റിയേഴ്സ്. ഈ മീറ്റിയേഴ്സ് എന്ന് പറയുന്നത് ഈ മീറ്റിയറോയിഡ് തന്നെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ എൻട്രി ചെയ്ത് അറ്റ്മോസ്ഫിയറിലുള്ള എയറിന്റെ ഡെൻസിറ്റി കാരണം ബേൺ ആയി പോകുന്നതാണ്. ഇങ്ങനെ ബേൺ ആയി പോകുമ്പോൾ ഇതിനെ നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാർസ് അല്ലെങ്കിൽ വാൽ നക്ഷത്രം എന്നൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ മീറ്റിയേഴ്സ് എന്ന് പറയുന്നത് വളരെ സ്മോൾ മീറ്റിയറോയിഡ് ആണ് നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ എൻട്രി ചെയ്യുന്നെങ്കിൽ ഇതേപോലെ പതുക്കെ ഇവാപ്പറേറ്റ് ആയി പോകും ആ ഹീറ്റ് കാരണം. അപ്പൊ നമുക്കിങ്ങനെ ലൈൻസ് പോലെ മീറ്റിയേഴ്സ് കാണാൻ പറ്റും. ഈ മീറ്റിയർ ഷവർ എന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഹ്യൂജ് ഓബ്ജക്റ്റ് വന്ന് നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ആവും. ഇങ്ങനെ ബ്രേക്ക് ആയിട്ട് ഈ സ്മോൾ പാർട്ടിക്കിൾസ് കുറെ എണ്ണം ഒരേ സമയം വീഴുന്നതിനാണ് മീറ്റിയർ ഷവർ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ എൻട്രി ചെയ്യുന്ന മീറ്റിയറോയിഡ്, നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ എൻട്രി ചെയ്യുന്ന മീറ്റിയറോയിഡ് ചില സമയം കുറച്ചും കൂടെ ലാർജർ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ
ഈ നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന് ഫുള്ളായിട്ട് അതിനെ അങ്ങ് ഇവാപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അറ്റ്മോസ്ഫിയറും പാസ് ചെയ്ത് നമ്മുടെ എർത്തിന്റെ സർഫസിൽ കൊളൈഡ് ചെയ്യും. ഇങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോഴാണ് ഇതിനെ മീറ്റിയറൈറ്റ് എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരു മീറ്റിയറൈറ്റ് നമ്മുടെ എർത്തിന്റെ സർഫസിൽ കൊളൈഡ് ചെയ്തിട്ട് ഇത് അവർ കളക്ട് ചെയ്ത ഒരു സാമ്പിൾ ആണ്. ഇതെന്ന് പറയുന്നത് ലാൻഡ് ചെയ്യുന്ന സമയത്തേക്കും വളരെ ഹോട്ട് ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും 1000 degree Celsius മുകളിലുള്ള ടെമ്പറേച്ചേഴ്സ് ആണ് ഇത് ഇവാപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇത് ലാൻഡ് ചെയ്യുമ്പോൾ വളരെ ഹോട്ട് ആയിരിക്കും. പക്ഷേ ഇത് അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കത്തില്ല. ഇപ്പോൾ ചില മീറ്റിയറൈറ്റ് എന്ന് പറയുന്നത് 10 meters ഡയമീറ്റർ ഒക്കെ വരുന്നതുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. കാരണം ഏകദേശം 1 to 2 kilometer റേഡിയസ് ഉള്ള എർത്തിന്റെ ഒരു ഏരിയയിൽ ഇതിന്റെ ഷോക്ക് വേവ് വരും. ഈ ഷോക്ക് വേവ് വന്നാൽ നമ്മുടെ ഇവിടെ സ്ഥാപിച്ച ബിൽഡിങ്സിലേക്ക് ഗ്ലാസ് ഒക്കെ പൊട്ടിത്തെറിക്കും. ആ ഇമ്പാക്റ്റിന്റെ ഷോക്ക് വേവ് ആണ്. അതുകൊണ്ട് ഇതും കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ്. പിന്നെ കോമറ്റ്സും ആസ്ട്രോയിഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിന്റെ ഐസിന്റെ പ്രസൻസ് ആണ്. ഒരു ആസ്ട്രോയിഡിലും ഐസിന്റെ പ്രസൻസ് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ കോമറ്റ്സിൽ മാത്രമാണ് ഈ ഐസിന്റെ പ്രസൻസ് ഉള്ളത്. അതാണ് അതിന്റെ ഒരു മെയിൻ റീസൺ. പിന്നെ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഒരു ആസ്ട്രോയിഡ് നമ്മുടെ എർത്തിന്റെ അടുത്തൂടെ ഒരു ഫ്ലൈ ബൈ നടന്നാൽ നമ്മൾ ഒരിക്കലും ഒരു ടെയിലോ ഒന്നും കാണത്തില്ല. പക്ഷെ ഒരു കോമറ്റ് ആണെങ്കിൽ നമുക്ക് ടെയിൽസ് കാണാൻ പറ്റും. ഇതും പക്ഷെ നമ്മൾ സണ്ണിന്റെ അടുത്തെത്തുമ്പോൾ മാത്രമേ ഈ ഫിനോമിനൻ നടക്കത്തുള്ളൂ. ഇനി നമുക്ക് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള കോമറ്റ്സ് നമ്മുടെ എർത്തിനെ വിസിറ്റ് ചെയ്തത് ഏതൊക്കെയാണെന്ന് നോക്കാം. റീസെന്റ് ആയിട്ടുള്ള കോമറ്റ്സിനെ കുറിച്ച് നോക്കിയാൽ ആദ്യം വരുന്നതായിരിക്കും കോമറ്റ് സ്വാൻ. ഇത് ഈ വർഷം 2020 തന്നെ വന്ന ഒരു ഫേമസ് കോമറ്റ് ആണ്. ഈ കോമറ്റ് സ്വാൻ എന്ന് പറയുന്നത് ഒരു ലോങ് പീരിയഡ് കോമറ്റ് ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ് 2 centuries കൂടുതൽ ഓർബിറ്റൽ പീരിയഡ് ഉള്ളതിനെയാണ് നമ്മൾ ലോങ് ടേം കോമറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ലോങ് ടേം കോമറ്റ് എന്ന് പറയുന്നത് ഇതും ഒരു ലോങ് ടേം കോമറ്റ് ആണ്. കാരണം ഇതിന്റെ ഓർബിറ്റൽ പീരിയഡ് എന്ന് പറയുന്നത് 11,000 years ആണ്. ഇന്ന് 11,000 years എന്ന് പറയുന്നത് വളരെ ലോങ് പീരിയഡ് ആണ്. എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ 2020 ഇപ്പോൾ ഈ കോമറ്റിനെ കണ്ടെങ്കിൽ ഇനി 11,000 years കഴിഞ്ഞാലേ ഒന്നും കൂടെ ഇതേ കോമറ്റിനെ കാണാൻ പറ്റൂ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു ലോങ് പീരിയഡ് കോമറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓർബിറ്റ്സ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഇപ്പൊ തന്നെ വേറൊരു ആസ്ട്രോയിഡിലും എല്ലാം കൊളൈഡ് ചെയ്ത് ഇത് പീസസ് ആയി പോയേക്കാം. പക്ഷെ നമുക്കത് അറിയാൻ പറ്റത്തില്ല. ഇവിടെ നോക്കിയാൽ അറിയാം ഇത് എർത്തിന്റെ അടുത്ത ഒരു പിക്ചറാണ്. ഇവിടെ ആദ്യം ചോദിക്കുന്നത് എവിടെയാണ് ഡസ്റ്റ് ടെയിൽ, എവിടെയാണ് അയോൺ ടെയിൽ. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് ഡസ്റ്റ് ടെയിൽ, ഇതിന് ചുറ്റും ഇങ്ങനെ കാണുന്നതാണ് അയോൺ ടെയിൽ. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതെന്തുകൊണ്ടാണ് ഒരു ഗ്രീൻ കളറിലിരിക്കുന്നത്, അയോൺ ടെയിൽ ബ്ലൂ കളറിലല്ലേ ഇരിക്കേണ്ടത്. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കോമറ്റിന്റെ അതായത് അതിന്റെ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. കാരണം ഓക്സിജൻ ഉണ്ടെങ്കിൽ അതിന്റെ അയോൺ ടെയിലിന് ഒരു ഗോസ്ലി ഗ്രീൻ കളറിലായിരിക്കും കാണുന്നത്. ഇതെന്ന് പറയുന്നത് നമുക്ക് നേക്കഡ് കൊണ്ട് അത്ര വിസിബിൾ ആയിരുന്ന ഒരു കോമറ്റ് അല്ലായിരുന്നു. പക്ഷെ നല്ലോണം നമുക്ക് ഫോട്ടോഗ്രാഫ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമായിരുന്നു.
അടുത്ത ഇതാണ് കോമറ്റ് ഹെയിൽ-ബോപ്പ്. കോമറ്റ് ഹെയിൽ-ബോപ്പ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള കോമറ്റ്സ് ആണ്. ഇത് ലാസ്റ്റ് എർത്തിനെ വിസിറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ 1997-ലാണ്. ഈ കോമറ്റ് ഹെയിൽ-ബോപ്പ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരിയഡ് കോമറ്റ് ആണ്. കാരണം അതിന്റെ ഓർബിറ്റൽ പീരിയഡ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് 70 years ആണ് വന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം, ഈ പിക്ചറിൽ ഇതാണ് ഡസ്റ്റ് ടെയില്, ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് അയോൺ ടെയിലും കാണാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഒരു നമുക്ക് ഏകദേശം 18 months നമ്മുടെ എർത്തിന്റെ സ്കൈസിൽ ഉണ്ടായിരുന്ന ഒരു കോമറ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് മോർ ദാൻ 1 year കാണാൻ പറ്റുന്ന ഒരു കോമറ്റ് ആണ്. പക്ഷെ 1 year എർത്തിന്റെ സ്കൈയിൽ ഉണ്ടായിരുന്നെങ്കിലും ഏകദേശം ഒരു 3 or 4 months മാത്രമേ നമുക്ക് കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. കാരണം അപ്പോഴത്തേക്കും അതിന്റെ ഡിസ്റ്റൻസ് കൂടി. അതുകൊണ്ട് ഈ കോമറ്റ് ഹെയിൽ-ബോപ്പ് വിസിറ്റ് ചെയ്ത ഇയർ 1996 എന്നോ 1997 എന്നോ പറയാം. കാരണം മോർ ദാൻ 1 year എർത്തിന്റെ സ്കൈസിൽ ഉണ്ടായിരുന്നു. അടുത്താണ് കോമറ്റ് ഹെയ്ലി. കോമറ്റ് ഹെയ്ലി എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള കോമറ്റ്സ് ആണ്. ഇത് ലാസ്റ്റ് വിസിറ്റ് ചെയ്തത് 1986-ലാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരിയഡ് കോമറ്റ് തന്നെയാണ്. കാരണം ഇതിന്റെ ഓർബിറ്റൽ പീരിയഡ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് 75 years ആണ്. ഈ പിക്ചർ എന്ന് പറഞ്ഞാൽ എർത്തിൽ എടുത്ത ഒരു പിക്ചർ അല്ല, ഇത് ഒരു പ്രോബ് നാസ അയച്ചിട്ട് ആ പ്രോബ് എടുത്ത പിക്ചറാണ്. അതുകൊണ്ട് ഇവിടെ ക്ലിയർ ആയിട്ട് ഈ കോമറ്റ് ഹെയ്ലിയുടെ ടെയിൽ ഇവിടെ കാണാം. ഇവിടെ എൻ്റെ കോമ, അതായത് എൻ്റെ അറ്റ്മോസ്ഫിയർ ആണ്. സെന്ററിൽ കോമറ്റിന്റെ ന്യൂക്ലിയസ്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കുഞ്ഞു ക്രേറ്ററും ഇവിടെ കാണാൻ പറ്റും. ഈ കോമറ്റ് ഹെയ്ലി എന്ന് പറയുന്നത് ഒരു വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കോമറ്റ് ആയിരുന്നു. ഇത് ഹെയ്ലി എന്ന് പറഞ്ഞ ഒരു ആസ്ട്രോണമർ ആണ് എന്നെ ഡിസ്കവർ ചെയ്തത്. അടുത്താണ് കോമറ്റ് ഹെയ്ലിയുടെ തന്നെയാണ് ഇത്. അതിന്റെ എർത്തിൽ നിന്ന് എടുത്ത ഒരു പിക്ചറാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ചോദിക്കും, എവിടെയാണ് അയോൺ ടെയില്, എവിടെയാണ് ഡസ്റ്റ് ടെയിൽ? ഇവിടെ നമുക്ക് രണ്ടുമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കാരണം അയോൺ ടെയിലും ഡസ്റ്റ് ടെയിലും തമ്മിൽ ഓവർലാപ്പ് ചെയ്യാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റത്തില്ല. അടുത്താണ് കോമറ്റ് മെക്നോട്ട്. ഇത് 2007-ലാണ് ലാസ്റ്റ് വിസിറ്റ് ചെയ്തത്. ഇതെന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ഏകദേശം വൺ ഓഫ് ദ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള കോമറ്റ്സ് ആണ്. ഈ കോമറ്റിന്റെ ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് നമുക്ക് ഇത് രാവിലെ ചില സ്ഥലങ്ങളിൽ ഈ കോമറ്റ് കാണാം, സണ്ണിന്റെ ഫ്രണ്ടിൽ കൂടെ ട്രാൻസിറ്റ് ചെയ്തു പോകുന്നത്. ഇങ്ങനെ ട്രാൻസിറ്റ് ചെയ്തു പോകുന്നത് നമുക്ക് സൺ ഫിൽട്ടർ ഇട്ടാൽ ഈ കോമറ്റിനെ കാണാൻ പറ്റും, സണ്ണിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അത്ര ബ്രൈറ്റ് ആയിരുന്നു ഈ കോമറ്റ് മെക്നോട്ട്. ഈ കോമറ്റ് മെക്നോട്ട് എന്ന് പറയുന്നത് രാത്രിയാണ് അപ്പിയർ ചെയ്തിരുന്നെങ്കിൽ മൂണിനേക്കാളും ബ്രൈറ്റ് ആയിരുന്നു. ഇതെന്ന് പറയുന്നത് ഒരു ലോങ് പീരിയഡ് കോമറ്റ് ആണ്. കാരണം ഇതിന്റെ ഓർബിറ്റൽ പീരിയഡ് എന്ന് പറയുന്നത് ഏകദേശം 6000 years ആണ്. അപ്പോൾ നമുക്ക് 2007-ൽ കണ്ടെങ്കിൽ 6000 years കഴിഞ്ഞാലേ നമുക്കിതിനെ ഒന്നും കൂടെ കാണാൻ പറ്റും. അടുത്താണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്ന കോമറ്റ് നിയോവൈസ്. കോമറ്റ് നിയോവൈസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ജൂലൈ മന്തിലൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. പക്ഷെ ഇത് നമുക്ക് നേക്കഡ് കൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂല. പക്ഷെ നമുക്ക് ഫോട്ടോഗ്രാഫ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു കോമറ്റാണ്. കോമറ്റ് നിയോവൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ കുറെ പാർട്സിൽ നമുക്കിത് കാണാൻ പറ്റും. പക്ഷെ ഇപ്പോൾ അത് വിസിബിൾ അല്ല. ഇത് നമുക്ക് കേരളത്തിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു കോമറ്റ് ആണ്. ഈ കോമറ്റ് നിയോവൈസും ഒരു ലോങ് പീരിയഡ് കോമറ്റ് ആണ്.
അതും കുറെ 1000 years കഴിഞ്ഞാലേ ഒന്നും കൂടെ അപ്പിയർ ചെയ്യത്തുള്ളൂ. കോമറ്റ് ന്യൂവേഴ്സ് ഇത് ജൂലൈയുടെ എൻഡ് സമയത്ത് കുറച്ച് ഡിം ആയിരുന്ന ഒരു കോമറ്റാണ്. ആ സമയത്താണ് ഞാൻ ഇതിന്റെ കുറെ പിക്ചേഴ്സ് എടുത്തത്. ഇത് വെച്ച് നമുക്ക് നേക്കഡ് കൊണ്ട് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. ഇനി നമുക്ക് ഈ കോമറ്റ്സിനെ സ്റ്റഡി ചെയ്ത ഇമ്പോർട്ടൻറ്റ് പ്രോബ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബാണ് റൊസറ്റ ആൻഡ് ഫിലായ. ഈ രണ്ട് പ്രോബും ഞാൻ ഒരുമിച്ച് കാണിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ് റൊസറ്റ, ഇതൊരു ഓർബിറ്റർ ആണ്. ഇതാണ് ഫിലായ, ഇത് ഒരു ലാൻഡർ ആണ്. ഈ റൊസറ്റയുടെ ബോട്ടം പാർട്ടിൽ അറ്റാച്ച് ചെയ്തിരുന്ന ഒരു ലാൻഡർ ആണ് ഫിലായ. ഈ റൊസറ്റ ആൻഡ് ഫിലായ ഇതിന്റെ മിഷൻ എന്ന് പറഞ്ഞാൽ 67P കോമറ്റ് ചൂരിമോവ്-ഗെറാസിമെങ്കോ എന്ന് പറഞ്ഞ ഒരു കോമറ്റിനെ ലാൻഡ് ചെയ്ത് സ്റ്റഡി ചെയ്യാനുള്ള ഒരു മിഷനായിരുന്നു. ഈ റൊസറ്റ എന്ന് പറയുന്ന ഈ ഓർബിറ്റർ ഈ കോമറ്റിന്റെ ചുറ്റും ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഫിലായ ലാൻഡറിന് ഈ റൊസറ്റയിലോട്ട് സിഗ്നൽസ് അയച്ചാൽ റൊസറ്റയിൽ ഡയറക്റ്റ് എർത്തിന്റെ നാസയിലോട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫിലായ എന്ന് പറയുന്ന ഇത് ലാൻഡ് ചെയ്യാനുള്ളായിരുന്നു മിഷൻ. അതുകൊണ്ട് സയന്റിസ്റ്റ് ബിലീവ് ചെയ്തിരുന്ന ഈ 67P ഈ കോമറ്റിന്റെ സർഫസ് എന്ന് പറഞ്ഞാൽ ഫ്ലഫി ആയിരിക്കും, വളരെ സോഫ്റ്റ് സർഫസ് ആയിരിക്കും. അതുകൊണ്ട് അവർ എക്സ്പെക്ട് ചെയ്തിരുന്നത് കുറച്ച് സ്പീഡിൽ വന്ന് ലാൻഡ് ചെയ്താലും പതുക്കെ അവിടെ നിൽക്കുന്നതാണ്. പക്ഷെ അവർ വിചാരിച്ചിരുന്ന ഓപ്പോസിറ്റ് ആയിരുന്നു അതിൻ്റെ റിയാലിറ്റി. ഈ കോമറ്റിന്റെ സർഫസ് എന്ന് പറയുന്നത് വളരെ ഹാർഡായിരുന്നു. അതുകൊണ്ട് ഈ ഫിലായ എന്ന് പറയുന്ന ലാൻഡർ ഈ കോമറ്റിൽ ടച്ച് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം 2 times ബൗൺസ് ചെയ്തു. ആദ്യത്തെ തവണ ബൗൺസ് ചെയ്തപ്പോൾ മോർ ദാൻ 15 feet മുകളിലോട്ട് പോയി. എന്നിട്ടാണ് താഴെ എത്തിയിട്ട് ഒന്നും കൂടെ ബൗൺസ് ചെയ്ത് പിന്നും താഴെ എത്തി. എന്നിട്ടാണ് അത് സ്റ്റേബിൾ ആയത്. അത് ഇത്രയും വലിയ ടോൾ ആയിട്ടുള്ള ലാൻഡിങ്സ് എടുത്തില്ലേ, ഇത്രയും ടോൾ ആയിട്ടുള്ള ലാൻഡിങ്സ് എടുത്തപ്പോഴത്തേക്കും ഈ ഫിലായയിൽ കുറച്ച് എക്വിപ്മെന്റ്സ് ഒക്കെ അതിൻ്റെ ഡാമേജ് വന്നുകൊണ്ട് അതിൻ്റെ ഫങ്ഷൻ നിന്നു. അതുകൊണ്ട് ഇത് സക്സസ്ഫുൾ ആയിട്ട് ഈ ഫിലായ ലാൻഡർ ലാൻഡ് ചെയ്തു. പക്ഷേ 2 hours മാത്രമേ ഇത് ഫങ്ഷൻ ചെയ്തുള്ളൂ. ഇത് ആദ്യമായിട്ടാണ് ഒരു ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ഒരു കോമറ്റിൽ ലാൻഡ് ചെയ്തത്. പക്ഷെ എന്നാലും ആ 2 hours കുറച്ച് ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്ത് നാസയിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു. പക്ഷെ അത് വളരെ കുറച്ചേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ റൊസറ്റ എന്ന് പറയുന്ന ഈ ഓർബിറ്ററിന് ഇപ്പോൾ സിഗ്നൽ ഒന്നും ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഫിലായ എന്ന് പറയുന്ന ഈ ലാൻഡർ 2 hours കഴിഞ്ഞ് അതിൻ്റെ ഫങ്ഷൻ നിന്നല്ലോ. അതുകൊണ്ട് നാസ ഈ റൊസറ്റയിൽ ഒന്നും കൂടെ പ്രോഗ്രാം ചെയ്തു. എന്നിട്ട് ഈ കോമറ്റിൽ കുറച്ച് ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ആസ്ട്രോയിഡിലോട്ട് ഈ പ്രോബിനെ അയച്ചു. എന്നിട്ട് ആ ആസ്ട്രോയിഡിനെ ഓർബിറ്റ് ചെയ്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് നാസയിലോട്ട് അയച്ചു കൊടുത്തു. കാരണം എന്ന് പറഞ്ഞാൽ കുറേ ഫ്യൂവൽ ലെഫ്റ്റ് ആയിരുന്നു റൊസറ്റയിൽ. ഇതെന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 months ഈ റൊസറ്റ എന്ന് പറയുന്ന പ്രോബ് കോമറ്റിനെ ഓർബിറ്റ് ചെയ്യാനായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 hours കഴിഞ്ഞു ഈ ലാൻഡർ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തത്. ഇവിടെ കൊടുത്തേക്കുന്ന ഇതാണ് ആ കോമറ്റ്. ഈ ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് ഡെപിക്ഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സ്കെയിലൊന്നും കറക്റ്റ് അല്ല. ഇതാണ് ഈ റൊസറ്റ എന്ന് പറയുന്ന ഓർബിറ്റർ എടുത്ത ഈ കോമറ്റിന്റെ പിക്ചർ. ഈ പിക്ചറിൽ നോക്കിയാൽ
ഇവിടെ ഒരു 2 ലോബ്സ് പോലെ ഇരിക്കുന്നതാണ്. ഈ ലോബ്സിന്റെ റീസൺ സയന്റിസ്റ്റ് ബിലീവ് ചെയ്യുന്നത് 2 കോമറ്റ്സ് വളരെ സോഫ്റ്റ് ആയിട്ട് അത് രണ്ടും തമ്മിൽ കൊളൈഡ് ചെയ്തു എന്നാണ്. ഇങ്ങനെ കൊളൈഡ് ചെയ്തപ്പോൾ പതുക്കെ അത് അങ്ങ് സ്റ്റിക്ക് ടുഗദർ ആയി. അങ്ങനെ വന്നുകൊണ്ടാണ് ഇതിപ്പോൾ അത് ഒരു 2 കോമറ്റ് തന്നെ തൊട്ടിരിക്കുന്നത് പോലെ തോന്നുന്നത്. പിന്നെ രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ് എന്ന് പറയുന്നത് സ്റ്റാർ ഡസ്റ്റ് ആണ്. ഈ സ്റ്റാർ ഡസ്റ്റ് എന്ന് പറയുന്ന പ്രോബിന്റെ മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോമറ്റിൽ നിന്ന് ഒരു എയറോജൽ എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് വഴി കോമറ്റിൽ നിന്നുള്ള ഈ ഡസ്റ്റും ഗ്യാസ് പാർട്ടിക്കിൾസ് ഒക്കെ സ്റ്റോർ ചെയ്തിട്ട് ഒരു സാമ്പിൾ റിട്ടേൺ മിഷൻ ആയിരുന്നു. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ ഒരു ഓർബിറ്റർ മാത്രമേ ഉള്ളൂ, ഒരു ലാൻഡർ ഇല്ല. അതുകൊണ്ട് ഈ ഓർബിറ്റർ പതുക്കെ കോമറ്റിന്റെ അടുത്തൂടെ ഒരു ഫ്ലൈ ബൈ ചെയ്തിട്ട് അതിൽ ഒരു എയറോജൽ എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. എയറോജൽ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്തിലുള്ള ഏറ്റവും ലൈറ്റസ്റ്റ് സോളിഡ് ആണ്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സ്പോഞ്ച് പോലെയാണ്. സ്പോഞ്ചിൽ നിങ്ങൾ എല്ലാ ലെൻസ് വെച്ച് നോക്കിയാൽ കുറെ ഹോൾസ് പോലെ കാണാൻ പറ്റും. അതേപോലെയാണ് ഇവിടെ എയറോജൽ. പക്ഷെ ഇവിടെയുള്ള ഹോൾസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. അതുകൊണ്ട് ഈ കോമറ്റിന്റെ അടുത്തൂടെ ഫ്ലൈ ബൈ ചെയ്തു പോകുമ്പോൾ അതിന്റെ കോമയിലുള്ള അല്ലെങ്കിൽ അതിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള പാർട്ടിക്കിൾസിനെയൊക്കെ ഇല്ലെങ്കിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് എർത്തിലോട്ട് തിരിച്ചു വന്നിട്ട് അത് ഓഷനിൽ ലാൻഡ് ചെയ്തിട്ട് നാസ ഈ സാമ്പിൾസ് സക്സസ്ഫുൾ ആയിട്ട് കളക്ട് ചെയ്തു. എന്നിട്ട് നാസയിലുള്ള വാസ്റ്റ് ആയിട്ടുള്ള ലാബ്സിലൊക്കെ വെച്ച് ഈ സാമ്പിൾസിനെ എക്സ്പെരിമെന്റ് ചെയ്തു. എന്നിട്ട് അങ്ങനെ ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു സ്റ്റാർ ഡസ്റ്റ്. ഈ മിഷൻ വെച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കവർ ചെയ്യാനും പറ്റി. എന്റെ ടോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വല്ല ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഞാൻ അതിൽ റിപ്ലൈ ചെയ്യാം. താങ്ക് യു.